ശരി. 3-ാം സങ്കീർത്തനത്തിന്റെ ആമുഖം, ഉദ്ദേശ്യം, പ്രസംഗകർക്കുള്ള 12 ആരാധനാചിന്തകൾ, ഓരോ ചിന്തയ്ക്കും ബൈബിളിൽ നിന്നുള്ള വാക്യങ്ങളും മറ്റു ഉദാഹരണങ്ങളും ഉപസംഹാരം എന്നിവ പറയാം. ആമുഖം. തന്റെ മകനായ അബ്ശാലോമിന്റെ കലാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ദാവീദ് രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് 3-ാം സങ്കീർത്തനം. ഇത് കഷ്ടതകളിൽ ദൈവത്തിലുള്ള ആശ്രയത്തെയും അവന്റെ വിശ്വസ്തതയെയും എടുത്തുകാണിക്കുന്നു. ഉദ്ദേശ്യം: കഷ്ടതകളിൽ ദൈവത്തിലുള്ള ആശ്രയം പ്രോത്സാഹിപ്പിക്കുക, ദൈവത്തിന്റെ വിശ്വസ്തതയും സംരക്ഷണവും വെളിപ്പെടുത്തുക, പ്രാർത്ഥനയുടെ ശക്തി ഓർമ്മിപ്പിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ അനുഗ്രഹം അറിയിക്കുക എന്നിവയാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രധാന ഉദ്ദേശ്യങ്ങൾ. പ്രസംഗകർക്കുള്ള 12 ആരാധനാ ചിന്തകളും വാക്യങ്ങളും ഉദാഹരണങ്ങളും. 1. ദൈവത്തിലുള്ള ആശ്രയം. കഷ്ടതകളിൽ ദൈവം നമുക്ക് അഭയസ്ഥാനവും സംരക്ഷകനുമാണ്. കർത്താവേ, എനിക്കെതിരെ നിൽക്കുന്നവർ എത്ര പെരുകിയിരിക്കുന്നു, എന്നെ എതിർക്കുന്നവർ എത്രയധികം. ഉദാഹരണം: ദാവീദ് ഗോലിയാത്തിന്റെ മുന്നിൽ ഭയന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചു. 2. പ്രാർത്ഥനയുടെ ശക്തി. പ്രാർത്ഥനയിലൂടെ ദൈവവുമായി സംസാരിക്കാനും അവന്റെ സഹായം തേടാനും കഴിയും. കർത്താവേ, ഞാൻ ഉറക്കെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് എനിക്ക് അരുളി ചെയ്യുന്നു. ഉദാഹരണം: ഹന്ന മകനു വേണ്ടി ദൈവത്തോട് തീവ്രമായി പ്രാർത്ഥിച്ചു. 3. ദൈവത്തിന്റെ വിശ്വസ്തത. ദൈവം നമ്മെ ഒരിക്കലും കൈവിടാതെ വിശ്വസ്തയോടെ കാത്തുസൂക്ഷിക്കുന്നു. ഞാൻ കിടന്നുറങ്ങി ഉണർന്നു, കർത്താവ് എന്നെ താങ്ങി. ഉദാഹരണം: യോസേഫിനെ സഹോദരന്മാർ ഉപേക്ഷിച്ചെങ്കിലും ദൈവം വിശ്വസ്തയോടെ കൂടെയിരുന്നു. 4. ദൈവത്തിന്റെ സംരക്ഷണം. ദൈവം നമ്മെ ശത്രുക്കളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000-ങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. ഉദാഹരണം: സിംഹങ്ങളുടെ കൂട്ടിലകപ്പെട്ട ദാനിയേലിനെ ദൈവം സംരക്ഷിച്ചു. 5. ദൈവത്തിന്റെ സമാധാനം. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമുക്ക് സമാധാനം നൽകുന്നു. കർത്താവേ, എന്നെ രക്ഷിക്കുക, എന്റെ ദൈവമേ, എന്നെ സഹായിക്കുക. ഉദാഹരണം: പൗലോസും ശീലാസും തടവറയിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവം അവർക്ക് സമാധാനം നൽകി. 6. ദൈവത്തിന്റെ അനുഗ്രഹം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ അനുഗ്രഹങ്ങൾ നൽകുന്നു. രക്ഷകർത്താവിന്റേതാണ്. അവിടുത്തെ അനുഗ്രഹം ജനത്തിന്മേലുണ്ടാകട്ടെ. ഉദാഹരണം: ഇയ്യോബിന്റെ കഷ്ടതകൾ മാറിയപ്പോൾ ദൈവം അവനെ ഇരട്ടിയായി അനുഗ്രഹിച്ചു. 7. ദൈവത്തിന്റെ ഉത്തരം. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു. ഞാൻ ഉറക്കെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് എനിക്ക് അരുളി ചെയ്യുന്നു. ഉദാഹരണം: യോനായുടെ പ്രാർത്ഥന കേട്ട് ദൈവം അവനെ രക്ഷിച്ചു. 8. ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവം നമ്മോടൊപ്പം എല്ലായ്പ്പോഴുമുണ്ട്. നീ എന്റെ ചുറ്റും ഒരു പരിചയാണ്. നീ എനിക്ക് മഹത്വം നൽകുന്നു. നീ എന്റെ ശിരസ് ഉയർത്തുന്നു. ഉദാഹരണം: മോശ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. 9. ദൈവത്തിന്റെ വിടുതൽ. ദൈവം നമ്മെ എല്ലാ കഷ്ടതകളിൽ നിന്നും വിടുവിക്കുന്നു. കർത്താവേ, എന്നെ രക്ഷിക്കുക, എന്റെ ദൈവമേ, എന്നെ സഹായിക്കുക. ഉദാഹരണം: ഇസ്രായേൽ ജനത്തെ ദൈവം ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു. 10. ദൈവത്തിന്റെ കരുണ. ദൈവം നമ്മോട് കരുണ കാണിക്കുന്നു. കർത്താവേ, എന്നെ രക്ഷിക്കുക, എന്റെ ദൈവമേ, എന്നെ സഹായിക്കുക. ഉദാഹരണം: ദാവീദ് പാപം ചെയ്തപ്പോൾ ദൈവം അവനോട് കരുണ കാണിച്ചു. 11. ദൈവത്തിന്റെ ശക്തി. ദൈവം നമുക്ക് ശക്തി നൽകുന്നു. നീ എന്റെ ചുറ്റും ഒരു പരിചയാണ്. നീ എനിക്ക് മഹത്വം നൽകുന്നു. നീ എന്റെ ശിരസ് ഉയർത്തുന്നു. ഉദാഹരണം: ശംസോൻ ദൈവത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. 12. ദൈവത്തിന്റെ സ്നേഹം. ദൈവം നമ്മെ നിത്യമായി സ്നേഹിക്കുന്നു. രക്ഷകർത്താവിന്റേതാണ്. അവിടുത്തെ അനുഗ്രഹം ജനത്തിന്മേലുണ്ടാകട്ടെ. ഉദാഹരണം: യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ ദൈവസ്നേഹം ഓർമ്മിപ്പിക്കുന്നു. ഉപസംഹാരം. കഷ്ടതകളിൽ ദൈവത്തിലുള്ള ആശ്രയവും പ്രാർത്ഥനയുടെ ശക്തിയും ദൈവത്തിന്റെ വിശ്വസ്തതയും സംരക്ഷണവും സമാധാനവും ഈ സങ്കീർത്തനം എടുത്തുകാണിക്കുന്നു. അതിനാൽ ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കാനും അവനെ ആരാധിക്കാനും നമുക്ക് ശ്രമിക്കാം.